സഹനത്തെ അഭിമുഖീകരിക്കാൻ നേരിടാൻ നമുക്ക് ഭയമാണ്. ആ സഹനത്തിൻ്റെ ഒടുവിൽ വലിയൊരു അനുഗ്രഹമുണ്ടെന്നുള്ളത് കാര്യം നാം മറന്നുപോകുന്നു. സഹനത്തിൻ്റെ തോതുപോലെ അല്ലെങ്കിൽ തീവ്രത പോലെയായിരിക്കും ലഭിക്കുന്ന അനുഗ്രഹവും. വെറുതെ പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു മകൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം ആ മകളുടെ നേരെ സഹനമായി വന്നു. ആ മകൾ നിലവിളിച്ചു, മനസ്സിൽ കരഞ്ഞു. അവൾ കർത്താവിനു ഭാരമേൽപ്പിച്ചു. ഈ വിഷമസന്ധി എന്തിനു എനിക്ക് തന്നു എന്ന് അവൾ ഒരിക്കലും കർത്താവിനോട് പരാതി പറഞ്ഞില്ല. പകരം കർത്താവിനോട്, കർത്താവെ, എന്നെ കാത്തു പരിപാലിക്കണമേ, ദുഷ്ടന് തന്നെ വിട്ടുകൊടുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം അവൾ ആത്മഹത്യയെക്കുറിച്ചൊരു നിമിഷം ചിന്തിച്ചുപോയി. അവൾ കർത്താവിനോട് കൂടുതൽ അടുത്തു. പ്രാർത്ഥനയുടെ സമയം കൂട്ടി. അവളുടെ ഹൃദയഭാരം കുറഞ്ഞു തുടങ്ങി. അവളിൽ ദൈവം അവളെ സന്തോഷിപ്പിച്ചു. മനുഷ്യർക്ക് എന്നെ ഒന്നും ചെയ്യുവാൻ പറ്റില്ല, കർത്താവിന് എല്ലാം സാധ്യമാണെന്ന ചിന്ത ആ മകളെ ധൈര്യപ്പെടുത്തി. അവളിൽ ദൈവസ്നേഹം കവിഞ്ഞൊഴുകി. മറ്റു പല അനുഗ്രഹങ്ങളും കർത്താവ് അവൾക്ക് നൽകിക്കൊണ്ടിരുന്നു. നമ്മുടെ യേശുവും നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിതാവിനോട് നമ്മുടെ യേശു പ്രാർത്ഥിച്ചു. അത് അവളുടെ ഓർമ്മയിൽ വന്ന് അവൾ കർത്താവിനോട് ചേർന്നിരുന്നു. അവളിൽ ദൈവസ്നേഹം കവിഞ്ഞൊഴുകിയപ്പോൾ പല അനുഗ്രഹങ്ങളും അവൾക്ക് നൽകിക്കൊണ്ടിരുന്നു കർത്താവ് നമ്മെ സ്നേഹിക്കുമ്പോൾ നമ്മെ സ്വർണം തീയിൽ സ്ഫുടം ചെയ്യുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാകാം. നീ പരാതി കൂടാതെ ദൈവത്തോട് ചേർന്നിരിക്കുക, അവനുമായി ആത്മബന്ധം പുലർത്തുക. ബാക്കി എല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. കർത്താവ് തൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി സർവ്വതും നിനക്ക് ലഭിക്കും എന്ന വചനം നമുക്ക് ശക്തി പകരും. ആമേൻ. നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ.